നമസ്തേ ലോകത്തെ വാർത്തകളുമായി മെഡിസ് ചവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഷാങ്ഹായ് ഉച്ചകോടി വേദിയിൽ വിവിധ രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ അമീർ. റഷ്യ, തുർക്കി, ഖസാക്കിസ്ഥാൻ രാഷ്ട്രത്തലവന്മാരുമായി അമീർ ചർച്ച നടത്തി. ഖസാക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയ അമീർ പോളണ്ടിലെത്തി. സമാധാനത്തിനും സുസ്ഥിര വികസനത്തിനുമായി ബഹുമുഖ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിലാണ് ഖസാക്കിസ്ഥാൻ തലസ്ഥാനമായ അസ്താനയിൽ ഉച്ചകോടി നടന്നത്. ഖസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജമാറ്റ് ടൊക്കായേവ് നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത അമീർ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ എന്നിവരുമായും ചർച്ച നടത്തി. ഗസയിലെയും ഫലസ്തീൻ പ്രദേശങ്ങളിലെയും സാഹചര്യങ്ങൾ ലോക നേതാക്കളുമായി അമീർ പങ്കുവച്ചു. ഖത്തർ ഊർജ്ജ സഹമന്ത്രി സാദ് ഷരീദ അൽ കാബി, അമീരി ദിവാൻ സിഇഒ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ അടങ്ങുന്ന പ്രതിനിധി സംഘവും അമീറിനെ അനുഗമിക്കുന്നുണ്ട്. പ്രത്യേക ക്ഷണിതാവായാണ് ഖത്തർ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഖസാക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയ അമീർ പോളണ്ടിലെത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ആന്ദ്രേ ഡുഡയുമായി അമീർ ചർച്ച നടത്തും. മീഡിയ 1 ദോഹ. ദുബായ് എമിറേറ്റിൽ താമസക്കാരായ പ്രവാസികൾക്ക് വിസ പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള മെഡിക്കൽ പരിശോധന ഇനി വീട്ടിൽ വെച്ച് തന്നെ പൂർത്തിയാക്കാം. VFS ഗ്ലോബലും AMHും ചേർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സർവീസ് എന്ന പേരിൽ സേവനം ആരംഭിച്ചു. ദുബായിൽ റെസിഡൻസ് വിസയുള്ളവർക്ക് വിസ പുതുക്കുമ്പോഴാണ് സേവനം ലഭ്യമാവുക. ഇതോടെ മെഡിക്കൽ സെന്ററിൽ പോയി കാത്തുനിന്ന് മെഡിക്കൽ പൂർത്തിയാക്കേണ്ടി വരില്ല. തിരക്കേറിയവർക്കും മുതിർന്നവർക്കുമടക്കം വലിയ രീതിയിൽ സേവനം പ്രയോജനപ്പെടും. ബിരുദമോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ലഭിക്കുന്ന കാറ്റഗറി A വിസയുള്ളവർക്കാണ് പ്രത്യേകമായി ഈ സേവനം ലഭിക്കുക. ഓൺലൈനായും ഓഫ്ലൈനായും വീട്ടിലോ ഓഫീസിലോ ഇരുന്ന് സേവനത്തിന് ബുക്ക് ചെയ്യാവുന്നതാണ്. VFS ഗ്ലോബൽ വെബ്സൈറ്റ് സന്ദർശിച്ച മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സർവീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ സമർപ്പിക്കാനാകും. ഓൺലൈൻ ഫോം പൂരിപ്പിച്ച ശേഷം ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ ഇമെയിൽ വഴി കൺഫർമേഷനും പേയ്മെന്റ് അടക്കാനുള്ള ലിങ്കും ലഭിക്കും. പേയ്മെന്റ് പൂർത്തിയാക്കിയാൽ VFS ഗ്ലോബൽ ടീം അംഗങ്ങൾ ഉപഭോക്താവ് നൽകിയ ലൊക്കേഷനിലെത്തി ആവശ്യമായ മെഡിക്കൽ നടപടികൾ സ്വീകരിക്കും. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ താമസ നിയമലംഘകർക്കായി തെരച്ചിൽ തുടരുന്നു. പൊതുമാപ്പ് കഴിഞ്ഞതോടെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയത്. സിവിൽ ഐഡിയും കൃത്യമായ രേഖകളുമില്ലാത്തവരെ പിടികൂടിയാൽ ഉടനടി നിയമ നടപടികൾ സ്വീകരിച്ച് കുവൈറ്റിൽ നിന്ന് നാടുകടത്തും. ഖുറൈൻ, ഹവല്ലി, മഹ്ബൂല മാർക്കറ്റുകളിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 149 നിയമലംഘകരെ പിടികൂടി. പൊതുമാപ്പ് ഞായറാഴ്ച അവസാനിച്ചതോടെയാണ് രാജ്യത്ത് പരിശോധനകൾ കർശനമാക്കിയത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. താമസരേഖകൾ പരിശോധിക്കുന്നതിന് റോഡുകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ ഓരോ ഗവർണറേറ്റിലും പദ്ധതി തയ്യാറാക്കിയാണ് അധികൃതർ നിരത്തിലിറങ്ങുന്നത്. അതിനിടെ പരിശോധന ശക്തമായതോടെ രാജ്യത്ത് തൊഴിലാളികളുടെ എണ്ണത്തിലും കുറവുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഷുവൈഖ്, ജലീബ് അൽ ഷുയൂഖ്, ഖൈത്താൻ, ഫർവാനിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തൊഴിലാളികൾക്ക് ക്ഷാമം നേരിടുന്നത്. വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധനയിൽ പിടികൂടുമെന്ന ഭയത്താൽ ജോലിക്ക് വരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റൌണ്ട് അബൌട്ടുകളിലും സ്ട്രീറ്റുകളിലും ദിവസക്കൂലി അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ലഭ്യമായിരുന്നു. എന്നാൽ പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ് പരിശോധന ആരംഭിച്ചതോടെ അത്തരത്തിലുള്ള തൊഴിലാളികളും തെരുവിൽ നിന്ന് അപ്രത്യക്ഷമായി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. UAE പ്രഖ്യാപിച്ച ബദൽ വിരമിക്കൽ ആനുകൂല്യ പദ്ധതിക്ക് നിക്ഷേപം സ്വീകരിക്കാൻ യോഗ്യതയുള്ള 2 കമ്പനികളെ പ്രഖ്യാപിച്ചു. തൊഴിൽ മന്ത്രാലയമാണ് 2 കമ്പനികളെ ഇതിനായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷമാണ് UAE തൊഴിലിൽ നിന്ന് വിരമിക്കുന്നവർക്കായി ബദൽ ആനുകൂല്യ പദ്ധതി പ്രഖ്യാപിച്ചത്. ജീവനക്കാർക്ക് നൽകേണ്ട ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച് അതിന്റെ വരുമാനം തൊഴിലാളികൾക്ക് നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. ലുനൈറ്റ്, ദമാൻ എന്നീ 2 കമ്പനികൾക്കാണ് ഇതിനായി നിക്ഷേപം സ്വീകരിക്കാൻ കഴിയുക. ഈ കമ്പനികൾക്ക് ശരീഅത്ത് നിയമം അനുസരിച്ച് മൂലധനം സ്വരൂപിക്കാൻ 2 സേവിങ്സ് ഫണ്ടുകൾ രൂപീകരിക്കാം. അതോടൊപ്പം പദ്ധതിയിൽ അംഗമാകാൻ താൽപ്പര്യമുള്ള കമ്പനികളുമായി കരാർ ഒപ്പിടാനും പദ്ധതിയിലേക്ക് അംഗത്വം സ്വീകരിക്കാനും അനുമതിയുണ്ടാകും. പൊതു സ്വകാര്യ മേഖലയിലെയും ഫ്രീ സോണിലെയും ജീവനക്കാർക്കായി കഴിഞ്ഞ നവംബറിലാണ് നിലവിലെ ഗ്രാറ്റുവിറ്റി സംവിധാനത്തിന് ബദലായി പുതിയ വിരമിക്കൽ ആനുകൂല്യ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. അതേസമയം ജീവനക്കാർക്കും കമ്പനികൾക്കും പദ്ധതിയിൽ ചേരണമെന്ന് നിർബന്ധമില്ല. 3 തരത്തിൽ ലാഭമുണ്ടാക്കുന്ന സ്കീമുകളിൽ നിക്ഷേപം നടത്താൻ ജീവനക്കാർക്ക് അവസരമുണ്ടാകും. മീഡിയ 1 ദുബായ്. തുടർച്ചയായി 2ാം ദിവസവും വിമാനം റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ദമാം, കണ്ണൂർ,
കണ്ണൂർ ദമാം റൂട്ടിലെ സർവീസുകളാണ് അവസാന മണിക്കൂറിൽ കമ്പനി റദ്ദാക്കിയത്. വേനൽ അവധിക്ക് നാട്ടിലേക്ക് യാത്ര തിരിക്കാനിരുന്ന കുടുംബങ്ങളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ ഇതോടെ പ്രതിസന്ധിയിലായി. വേനലവധി ചെലവഴിക്കാൻ നാട്ടിലേക്ക് തിരിക്കാനിരുന്ന കുടുംബങ്ങളെയും കുട്ടികളെയും പെരുവഴിയിലാക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ്. ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള സർവീസുകളാണ് തുടർച്ചയായി രണ്ടാം ദിനവും കമ്പനി റദ്ദാക്കിയത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിലെ സർവീസുകളാണ് അവസാന മണിക്കൂറുകളിൽ റദ്ദാക്കിയത്. വ്യാഴാഴ്ച രാവിലെ 8:30 ദമാമിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്നലെ രാത്രിയോടെ റദ്ദാക്കിയതായി യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പലരും വെള്ളിയാഴ്ചത്തേക്കുള്ള വിമാനത്തിൽ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്തെങ്കിലും ഇന്ന് രാത്രിയോടെ അതും റദ്ദാക്കിയതായി കമ്പനി യാത്രക്കാർക്ക് സന്ദേശമയച്ചു. കൃത്യമായ കാരണങ്ങളൊന്നും വ്യക്തമാക്കാതെയാണ് സർവീസുകൾ റദ്ദാക്കുന്നത്. വേനലവധിക്ക് സ്കൂളുകൾ അടച്ച് നാട്ടിലേക്ക് തിരിക്കാനിരുന്ന പ്രവാസികളും കുടുംബങ്ങളുമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. സീസണിലെ ഉയർന്ന നിരക്ക് ഭയന്ന് നേരത്തെ ടിക്കറ്റ് എടുത്തവരാണ് കൂടുതലും. നിലവിലെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് മറ്റ് എയർലൈനുകളിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 2-3 ഇരട്ടിയിലധികം നിരക്ക് നൽകണമെന്നതാണ് അവസ്ഥ. നിരന്തരം പ്രവാസികളെ ദ്രോഹിക്കുന്ന കമ്പനിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കോഴിക്കോട് നിന്നും കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള ഇന്നത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി. അപ്രതീക്ഷിത റദ്ദാക്കൽ യാത്രക്കാരെ ദുരിതത്തിലാക്കി. വിമാനം വൈകൽ പതിവായിരുന്നെങ്കിലും കഴിഞ്ഞ കാലങ്ങളായി റദ്ദാക്കിയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സർവീസ് പൂർണ്ണമായും റദ്ദാക്കിയതോടെ യാത്രക്കാർ പ്രതിഷേധത്തിലാണ്. വാരാന്ത്യ അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നത്. വിമാനം റദ്ദാക്കിയതോടെ അത്യാവശ്യത്തിന് നാട്ടിൽ പോകേണ്ടവർ മറ്റ് വിമാനങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര തിരിച്ചു. മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ വീണ്ടും സർവീസുകൾ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് മസ്കറ്റിൽ 6 മണിക്ക് എത്തുന്ന IX0333 വിമാനവും മസ്കറ്റിൽ നിന്ന് രാവിലെ 7 മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:10 കോഴിക്കോട് എത്തുന്ന IX0334 എന്ന വിമാനവുമാണ് റദ്ദാക്കിയതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. മസ്കറ്റിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കുന്നത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിക്കുന്നുണ്ട്. ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ചയും വിമാനം റദ്ദാക്കിയുള്ള അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. മയക്കുമരുന്നും ആസക്തിയും ചെറുക്കുന്നതിനായി ബോധവൽക്കരണ ക്യാമ്പയിനുമായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ക്യാമ്പയിനിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഹെൽത്ത് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ അബീർ അൽ ബഹ്വ നിർവഹിച്ചു. മയക്കുമരുന്നിന്റെ അപകടങ്ങളും ഭീഷണിയും തടയുക, കമ്മ്യൂണിറ്റി പങ്കാളിത്തം സജീവമാക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവദിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചികിത്സകളും ക്യാമ്പുകളും ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കും. രാജ്യത്തിന്റെ സമ്പത്തായ യുവസമൂഹത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്ന മാരക വിപത്ത് തടയണമെന്ന് അൽ ബഹ്വ പറഞ്ഞു. കുവൈറ്റിൽ നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിയിലായവർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റിൽ സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും സംഘടനയിൽ ചേരുന്നതിനായി വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പിടിയിലായവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ദുബായിലെ റോഡുകൾക്ക് ഇനി പൊതുജനങ്ങൾക്കും പേര് നിർദ്ദേശിക്കാം. ഇതിനായി ദുബായ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ റോഡ് നെയിമിംഗ് കമ്മിറ്റി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കി. ഈ സംവിധാനം വഴിയാണ് റോഡുകൾക്ക് പേര് നിർദ്ദേശിക്കാൻ കഴിയുക. ദുബൈയിലെ റോഡുകൾക്ക് നാടിന്റെ ചരിത്രം, നാഗരികത, സാഹിത്യം, പ്രകൃതി എന്നിവയുമായി ബന്ധപ്പെട്ട പേരുകൾ നിർദ്ദേശിക്കാൻ സൗകര്യമൊരുക്കാനാണ് ദുബൈ മുനിസിപ്പാലിറ്റി പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. റോഡ്സ് നെയിമിംഗ് .ae എന്ന വെബ്സൈറ്റിലൂടെ ജനങ്ങൾക്ക് പേരുകൾ നിർദ്ദേശിക്കാം. ഓരോ പ്രദേശത്തെ റോഡിനും നൽകാൻ കഴിയുന്ന പേരുകളെ പ്രത്യേകം തരം തിരിച്ചിട്ടുണ്ട്. കല, സംസ്കാരം, അറബി കവിതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പേരുകൾക്കൊപ്പം അറബി, ഇസ്ലാമിക രൂപകൽപ്പന, വാസ്തുവിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട പേരുകളും ഇതിൽ ഉൾപ്പെടും. ചെടികൾ, പൂവുകൾ, കാട്ടുചെടികൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, കടൽ പക്ഷികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പേരുകളും നിർദ്ദേശിക്കാം. കൂടാതെ കപ്പലുകൾ, നാവിക ഉപകരണങ്ങൾ, മത്സ്യബന്ധനം, കാറ്റ്, മഴ, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ട പേരുകളും സ്വീകരിക്കും. പുതുതായി നിർമ്മിക്കുന്ന റോഡുകൾക്കും തെരുവുകൾക്കുമാണ് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പേര് നൽകുക. മീഡിയ 1, ദുബായ്. ലോകത്തെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് ദുബായിൽ ഒരുങ്ങുന്നു. ഇതിനായി ദുബായ് മുനിസിപ്പാലിറ്റിയും DP വേൾഡും കരാറിൽ ഒപ്പുവെച്ചു. 20 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ കാർ മാർക്കറ്റ് ഒരുങ്ങുക. UAE ധനമന്ത്രിയും ദുബൈ ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂമാണ്
ദുബൈയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് പദ്ധതി പ്രഖ്യാപിച്ചത്. ദുബൈ മുനിസിപ്പാലിറ്റിയും തുറമുഖ കമ്പനിയുമായ DP വേൾഡും ചേർന്നാണ് ഈ മാർക്കറ്റ് സജ്ജമാക്കുക. ഇത് സംബന്ധിച്ച പങ്കാളിത്ത കരാറിൽ ഇവർ ഒപ്പുവെച്ചു. 20 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന മാർക്കറ്റിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ സർക്കാർ സേവനങ്ങളും ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമായിരിക്കും. വാഹന ലോകത്തെ സുപ്രധാന പരിപാടികൾക്കെല്ലാം ഇവിടെ വേദിയൊരുക്കും. DP വേൾഡ് മാനേജ് ചെയ്യുന്ന ലോകത്തെ 77 തുറമുഖങ്ങളിൽ നിന്നും വാഹനമെത്തിക്കാനും കൈമാറ്റം ചെയ്യാനുമുള്ള സാധ്യത ഈ രംഗത്ത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. 2033-നകം ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ്ഘടനയുള്ള 3 നഗരങ്ങളിലൊന്നായി ദുബൈയെ വളർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതിയെന്ന് ഷെയ്ഖ് മക്തൂം പറഞ്ഞു. മീഡിയ 1 ദുബായ്. വാർത്തയിലേക്ക് വീണ്ടും. കുവൈറ്റിൽ വാരാന്ത്യ ദിവസങ്ങളിൽ താപനില കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. നാളെ കാലാവസ്ഥ വളരെ ചൂടുള്ളതായിരിക്കും. വടക്കു പടിഞ്ഞാറൻ കാറ്റ് സജീവമായിരിക്കുമെന്നും പൊടിപടലത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നിലവിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 47 മുതൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെയാണെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ കാലാവസ്ഥാ വ്യതിയാനം ഈന്തപ്പഴ കർഷകർക്ക് വിനയാകുന്നു. സീസൺ തുടങ്ങുന്നതിന് മുന്നേ ചൂട് ശക്തമായതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവിന്റെ കീഴിൽ കർഷകരെ സഹായിക്കുന്നതിന് വിവിധ പദ്ധതികൾക്ക് മന്ത്രാലയം തുടക്കം കുറിച്ചു. സൗദിയിലെ വേനൽക്കാലത്തിന്റെ മധ്യത്തിലാണ് ഈന്തപ്പഴ സീസൺ ആരംഭിക്കുന്നത്. ഈന്തപ്പഴം പഴുക്കാൻ ചൂട് ആവശ്യമാണ്. എന്നാൽ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ ഇത്തവണ സൗദിയിൽ ശക്തമായ ചൂട് തുടരുകയാണ്. 50 ഡിഗ്രിക്ക് മുകളിൽ വരെ അന്തരീക്ഷ ഊഷ്മാവ് എത്തിയിരുന്നു. ഇതാണ് ഈന്തപ്പഴ കർഷകർക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. ഇതുമൂലം ഈന്തപ്പഴം നേരത്തെ പാകമാകുന്നതായാണ് കർഷകരുടെ അനുഭവം. ഈന്തപ്പഴത്തിന്റെ രുചിയും നിറത്തിനും രൂപത്തിനും വരെ മാറ്റമുണ്ടാകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ആദ്യമായാണ് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ശക്തമായ ചൂട് തുടരുന്നതെന്നും കർഷകർ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ഈന്തപ്പഴ വിപണിയാണ് സൗദി അറേബ്യയുടേത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈന്തപ്പഴ വിപണിയെ തന്നെ ബാധിക്കുന്നതാണ്. ഇത് മുന്നിൽ കണ്ട് കർഷകരുടെ ആശങ്ക അകറ്റുന്നതിനായി സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ മന്ത്രാലയം പ്രത്യേക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈകുന്നേരങ്ങളിൽ ഈന്തപ്പനകൾ നനയ്ക്കുന്നതും പനകളുടെ താഴെ പുല്ലുകൾ പാകി മറയ്ക്കുന്നതും കാലാവസ്ഥ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ആവുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സാബിത് സലീം, മീഡിയ 1, മക്ക. സീറോ ബ്യൂറോക്രസി എന്ന ആശയം കൂടുതൽ വിപുലപ്പെടുത്താനുള്ള നീക്കവുമായി UAE. പദ്ധതിക്ക് കീഴിൽ 2ാമത് ഉപഭോക്തൃ കൗൺസിൽ യോഗം അബുദാബിയിൽ നടന്നു. UAE ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് യോഗം ചേർന്നത്. ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ പരമാവധി കുറച്ച് പൊതുജനങ്ങൾക്ക് സർക്കാർ വക സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുക. ഈ വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് സീറോ ബ്യൂറോക്രസി എന്ന സംരംഭത്തിന് UAE അടുത്തിടെ തുടക്കം കുറിച്ചത്. 2000-ഓളം സർക്കാർ തല നടപടിക്രമങ്ങൾ ഒഴിവാക്കി സമയപരിധി 50% കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ സംരംഭം. കഴിഞ്ഞ നവംബറിലാണ് UAE സർക്കാർ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ സാമ്പത്തിക മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ബിസിനസ് അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം. അബുദാബിയിൽ നടന്ന ഉപഭോക്തൃ കൗൺസിൽ യോഗത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, സർക്കാർ വക സംഭരണ കേന്ദ്രങ്ങൾ, സേവന മേഖലകൾ എന്നിവയുടെ പ്രതിനിധികൾ സംബന്ധിച്ചു. ഏറ്റവും മികച്ച രീതിയിൽ സേവനവും ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചയും യോഗത്തിലുണ്ടായി. സീറോ ബ്യൂറോക്രസിയുടെ പ്രയോഗവൽക്കരണം എങ്ങനെ സാധ്യമാക്കാം എന്നത് സംബന്ധിച്ച സംവാദങ്ങളും യോഗത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഉപഭോക്താവിന് ഏറ്റവും എളുപ്പം സേവനം ഉറപ്പു നൽകാനുള്ള എല്ലാ സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്താൻ വിവിധ വകുപ്പ് മേധാവികളോട് ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഫാത്തിമ യൂസഫ് അൽ നഖ്ബി ആവശ്യപ്പെട്ടു. മീഡിയ 1, അബുദാബി. കുവൈറ്റിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. അഹമ്മദി ഗവർണറേറ്റിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാജ ബാഗുകളും ഷൂകളും ഉപയോഗിച്ച ടയറുകളും വിൽക്കുന്ന കടകൾ അടച്ചുപൂട്ടിയത്. വാണിജ്യ നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിശുദ്ധ കഅബയുടെ കിസ്വ മാറ്റൽ കർമ്മം ഞായറാഴ്ച നടക്കും. 1000 കിലോഗ്രാം അസംസ്കൃത പട്ടുകൊണ്ട് നിർമ്മിച്ച കിസ്വയാണ് പുതുപ്പിക്കുക. ഇരുഹറം കാര്യാലയത്തിന് കീഴിലുള്ള കരകൗശല വിദഗ്ധരും വിദഗ്ധ തൊഴിലാളികളും ചേർന്നാണ് ചടങ്ങ് പൂർത്തിയാക്കുക. മുഹറം 1 ഹിജറ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷ പുലരിയിലാണ് കഅബയുടെ മൂടുപടം മാറ്റുന്നത്. പഴയ മൂടുപടം നീക്കി പുതിയ കിസ്വ അണിയിക്കുകയാണ് ചടങ്ങ്. കിസ്വ നിർമ്മിക്കാൻ മാത്രമായി മക്കയിൽ ഫാക്ടറി തന്നെയുണ്ട്.
200 തൊഴിലാളികളുടെ 10 മാസത്തെ അധ്വാനത്തിലൂടെയാണ് കിസ്വയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ലോകത്തെ ഏറ്റവും വലിയ തയ്യൽ മെഷീൻ ഉപയോഗിച്ചാണ് നിർമ്മാണത്തിന്റെ പ്രധാന ഭാഗം പൂർത്തിയാക്കുക. ബാക്കി കൈകൊണ്ട് തുന്നിയും പൂർത്തിയാക്കും. കിസ്വയുടെ മുകളിലായി ദൈവത്തെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ കരകൗശല വിദഗ്ധർ തുന്നിപ്പിടിപ്പിക്കും. 120 കിലോഗ്രാം സ്വർണ്ണനൂലും 100 കിലോഗ്രാം വെള്ളിനൂലും ഇതിനായി ഉപയോഗിക്കും. 4 കഷ്ണം തുണിയും ഒരു വാതിൽ കർട്ടനും ഉൾക്കൊള്ളുന്നതാണ് കഅബയുടെ മൂടുപടം. 15 മീറ്റർ ഉയരവും 12 മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും കിസ്വയുടെ 4 തുണിക്കും. ഏറെ പവിത്രതയോടെ പൂർത്തിയാക്കുന്ന ഈ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് ഇരുഹറം കാര്യാലയ ഉദ്യോഗസ്ഥരാണ്. 159 കരകൗശല വിദഗ്ധരും സാങ്കേതിക തൊഴിലാളികളും ചേർന്നാണ് കിസ്വ മാറ്റൽ ചടങ്ങ് പൂർത്തിയാക്കുക. സാബിത് സലീം, മീഡിയ 1, മക്ക. പാരീസ് ഒളിമ്പിക്സിനുള്ള അത്ലറ്റിക്സ് ടീമിനെ പ്രഖ്യാപിച്ച് ഖത്തർ അത്ലറ്റിക് ഫെഡറേഷൻ. 6 ടീമിനെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് മുഅത്തസ് ബർഷീം നയിക്കും. ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ താരം മുഅത്തസ് ബർഷീം തന്നെയാണ് ഇത്തവണയും ഖത്തറിന്റെ പ്രതീക്ഷ. ഹൈജംപ് പിറ്റിൽ മുഅത്തസ് ഒരിക്കൽ കൂടി ഖത്തർ ദേശീയഗാനം മുഴക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. 5 ഖത്തറി അത്ലറ്റുകളാണ് ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടിയിരുന്നത്. ഇവർക്കൊപ്പം വൈൽഡ് കാർഡ് എൻട്രിയുമായി വനിതാ സ്പ്രിന്റർ ഷഹദ് മുഹമ്മദും ടീമിലുണ്ട്. 800 മീറ്ററിൽ അബൂബക്കർ ഹൈദർ അബ്ദുള്ള ട്രാക്കിലിറങ്ങും. 400 മീറ്റർ ഹഡിൽസിൽ 3 പേരാണ് ഖത്തറിനായി മത്സരിക്കുക. 2 തവണ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടിയ അബ്ദുറഹ്മാൻ സാംബയെ കൂടാതെ ബാസിം ഹമീദ, ഇസ്മായിൽ ദാവൂദ് എന്നിവരും ഈ ഇനത്തിൽ മത്സരിക്കും. നേരത്തെ 400 മീറ്ററിൽ ഓടിയിരുന്ന ഷാദ് മുഹമ്മദ് ഇത്തവണ 100 മീറ്ററിലാണ് മത്സരിക്കുന്നത്. 12.79 സെക്കൻഡാണ് 100 മീറ്ററിലെ മികച്ച സമയം. ഈ മാസം 26 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1-നാണ്. ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി തീവ്ര പരിശീലനത്തിലാണ് താരങ്ങൾ. മീഡിയ 1, ദോഹ. കുവൈറ്റ് മംഗഫിലെ തീപിടുത്തത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജീവനക്കാർക്ക് അടിയന്തര ധനസഹായമായ 1000 കുവൈറ്റ് ദിനാർ വിതരണം ചെയ്തതായി NBTC മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഈജിപ്ത്, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 61 ജീവനക്കാർക്കാണ് അടിയന്തര ധനസഹായം വിതരണം ചെയ്തത്. ഇതിൽ 54 ജീവനക്കാർ ഇന്ത്യക്കാരാണ്. കൂടാതെ പരിക്കേറ്റ ജീവനക്കാരുടെ കുട്ടികൾക്കായി ഒരു പ്രത്യേക പഠന സ്കോളർഷിപ്പ് പദ്ധതിയും NBTC പ്രഖ്യാപിച്ചു. പരിക്കേറ്റ ജീവനക്കാരുടെ 10 കുടുംബാംഗങ്ങളെ നേരത്തെ NBTC അധികൃതർ കുവൈറ്റിലെത്തിച്ചിരുന്നു. നിലവിൽ 2 ജീവനക്കാർ മാത്രമാണ് ചികിത്സയിലുള്ളത്. SMA ബാധിച്ച മൽഖ റൂഹിയുടെ ചികിത്സയ്ക്കായി തുക കണ്ടെത്താൻ ഖത്തർ KMCC ബിരിയാണി ചാലഞ്ച് നടത്തുന്നു. ജൂലൈ 12-ന് വെള്ളിയാഴ്ചയാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ രൂപീകരണത്തിനായി വർക്ക് ഫോഴ്സ് രൂപീകരിച്ചു. KMCC ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഈസ അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി ഭാരവാഹികളായ ഷാഫി ഹാജി, അബ്ദുൽ നാസർ നാച്ചി, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന വിംഗ് ഭാരവാഹികൾ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി സലിം നാലകത്ത് സ്വാഗതവും ട്രഷറർ PSM ഹുസൈൻ നന്ദിയും പറഞ്ഞു. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂർ സ്വദേശി സലാലയിൽ മരിച്ചു. അഴീക്കൽ കപ്പക്കടവിലെ പുതിയാണ്ടി ബാബു സുധീറാണ് മരിച്ചത്. ലാംകോ കമ്പനി ജീവനക്കാരനാണ്. സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ICF സൗദി അൽ ഖസീം ഘടകം അവസാനിക്കാത്ത ആകാശച്യുതികൾ എന്ന തലക്കെട്ടിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. പ്രവാസികളെ നിരന്തരമായി ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ നിരുത്തരവാദപരമായ സമീപനങ്ങൾക്കെതിരെയായിരുന്നു പരിപാടി. ഡോക്ടർ ലൈജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബു നവാസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ അബു സാലിഹ്, അബ്ദുറഹിമാൻ, സക്കീർ മടാല, സാലിഹ് ബെല്ലാരി, അൻസാർ തോപ്പിൽ എന്നിവർ സംസാരിച്ചു. ഷറഫുദ്ദീൻ വാണിയമ്പലം, ജാഫർ സഖാവി, നൌഫൽ മണ്ണാർക്കാട് എന്നിവർ നേതൃത്വം നൽകി. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദീർഘനേരം പാർക്കിങ്ങിനുള്ള ഫീസിൽ ഇളവുമായി ഒമാൻ എയർപോർട്ട് അധികൃതർ. പുതിയ നിരക്ക് പ്രകാരം P5 ലോട്ടിൽ ഒരു ദിവസത്തേക്ക് പാർക്ക് ചെയ്യാൻ 1 റിയാൽ മാത്രമാണ് ഈടാക്കുക. തിരക്കേറിയ വേനൽക്കാലത്ത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും ചെലവ് കുറഞ്ഞ പാർക്കിംഗും നൽകുന്നതിനുള്ള ഒമാൻ എയർപോർട്ടിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചത്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ വരും ദിനങ്ങളിൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യത. ബുറൈമി, ദാഹിറ, തെക്ക് വടക്ക് ഷർഖിയ, ദാഖിലിയ, അൽ വുസ്ത, വടക്കൻ ബത്തിന, ദോഫാർ എന്നീ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളിലായിരിക്കും ഈ കാറ്റ് അനുഭവപ്പെടുകയെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുറൈമി, ദാഹിറ, ദാഖിലിയ, അൽ വുസ്ത ഗവർണറേറ്റുകളിൽ പൊടി നിറഞ്ഞ അന്തരീക്ഷം തുടരും. അടുത്ത 2 ദിവസങ്ങളിലും ശക്തമായ കാറ്റ് തുടരാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാരും യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.
വാട്സാപ്പ് ആപ്ലിക്കേഷൻ വഴി മതപരമായ അന്വേഷണങ്ങൾക്ക് തത്സമയം ഉത്തരം നൽകുന്നതിന് സംവിധാനമൊരുക്കി ഖത്തർ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം. തത്സമയ ചാറ്റ് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് വഴിയായിരിക്കും പണ്ഡിതന്മാർ അന്വേഷണങ്ങൾക്ക് ഫത്വ നൽകുക. ഇതിനായി ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ശരീഅത്ത് ഗവേഷകരുടെയും സംഘത്തെ ഔഖാഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തർ സമയം രാവിലെ 8 മുതൽ 1 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 10 മണിവരെയുമാണ് സേവനം ലഭ്യമാകുക. SMA രോഗം ബാധിച്ച കുട്ടി മൽഖ റൂഹിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഖത്തർ ചാരിറ്റി നടത്തുന്ന ധനസമാഹരണത്തെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യം. ജൂലൈ 12 വെള്ളിയാഴ്ച അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കുട്ടികൾക്ക് 20 റിയാലും മുതിർന്നവർക്ക് 25 റിയാലുമാണ് രജിസ്ട്രേഷൻ നിരക്ക്. ഹൃദയാഘാതത്തെ തുടർന്ന് പത്തനംതിട്ട സ്വദേശിയായ യുവാവ് ബഹ്റൈനിൽ നിര്യാതനായി. അടൂർ ആനന്ദപ്പള്ളി തെങ്ങുംതറയിൽ വൈശാഖാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. സഹപ്രവർത്തകർ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് മുറിയിലെ ബെഡിൽ വൈശാഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.